ജയ് മോഹൻജി. വിശുദ്ധിയുടെ ശക്തി വായന തുടരുന്നു. അധ്യായം 4. ധർമ്മം. പ്രക്ഷുബ്ധമായ മനസ്സുകൾ അസംതൃപ്തിയെ തേടുന്നു. പരാതി പറയാനുള്ള എന്തെങ്കിലും കാരണത്തിനു വേണ്ടി തിരയുന്നു. ഇത് തമസ്സാണ്. ബോധമനസ്സിന് സാധാരണയായി നിഷേധാത്മകതകളിലേക്ക് സ്വാഭാവികമായ ഒരു ചായ്വുണ്ട്. നിഷേധാത്മകതകൾ തോട്ടത്തിലെ പാഴ്ചെടികളെ പോലെയാണ്. അവയെ ആരും നട്ടു വളർത്തുന്നതല്ല, എവിടെ നിന്നോ പ്രത്യക്ഷപ്പെടുന്നു, പരോപജീവികളായി വളരുന്നു, പലപ്പോഴും മാതൃസസ്യത്തെ നശിപ്പിക്കുന്നു. നമ്മുടെ മനസ്സിന് പ്രകൃതിയുടെ ഈ വശത്തോട് സാമ്യമുണ്ട്. അത് പ്രത്യക്ഷമായ സ്പന്ദനങ്ങളെ നശിപ്പിക്കുകയും നിഷേധാത്മകമായവയെ സ്വീകരിക്കുകയും ചെയ്യുന്നു. അത് ചുറ്റും ചുമരുകൾ നിർമ്മിച്ച് അതിനകത്ത് ഇരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ആത്മീയത എല്ലായ്പ്പോഴും സ്വാതന്ത്ര്യദായകം ആയിരിക്കണമെന്നില്ല. അത് ബന്ധിക്കുന്നതും ആകാം. ഏത് സമ്പ്രദായമാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും അത്. ഇക്കാലത്ത് പലപ്പോഴും ആത്മീയത എന്നാൽ യാഥാർത്ഥ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ജനങ്ങൾ ആത്മീയതയെ സ്വീകരിക്കുന്നത് അവരുടെ ധർമ്മത്തെ പിന്നേക്ക് മാറ്റിവെക്കുവാനോ ഒഴിവാക്കുവാനോ വേണ്ടിയാണ്. ഇത് പൂർണ്ണമായും ആത്മീയതയ്ക്കും വിമോചനത്തിനും എതിരായ കാര്യമാണ്. ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും തലങ്ങളിൽ നൂറുകണക്കിന് ഭൗതിക കാര്യങ്ങൾ നേടുവാനുള്ളപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആത്മീയതയിൽ ആശ്വാസം കൊള്ളാൻ കഴിയുക? നമ്മുടെ ധർമ്മത്തെ നീട്ടിവെച്ചാൽ ആത്മീയ പുരോഗതി ഉണ്ടാകുകയില്ല. പുരോഗതി ഉണ്ടാകാൻ കഴിയില്ല. ഒഴിഞ്ഞുമാറൽ തമസിൽ നിന്ന് ഉണ്ടായതാണ്. അലസത അതിൻ്റെ കൂടപ്പിറപ്പാണ്. അശുഭചിന്ത അതിൻ്റെ അർത്ഥ സഹോദരനാണ്. അതെപ്പോഴും അസംതൃപ്തിക്കുള്ള അവസരങ്ങളെ ജാഗ്രതയോടെ നോക്കിയിരിക്കുന്നു. ചില ആളുകൾ എല്ലായ്പ്പോഴും 10 നല്ല ഭാഗങ്ങളെ ഒഴിവാക്കി ഒരു നിഷേധാത്മക ഭാഗത്തെ സ്വീകരിക്കുന്നത് നാം കാണാറുണ്ട്. ഒരു നിഷേധാത്മകത കൂടുതൽ നിഷേധാത്മകതകളെ വളർത്തുന്നു. അത് സ്വയം പെറ്റുപെരുകുന്നു. അതിൻ്റെ സ്വാഭാവികമായ പ്രവണത താമസികമായ കൂട്ടുകെട്ടിൽ ചേരുവാനായിരിക്കും. മുൻഗണന നിശ്ചയിക്കൽ പ്രധാനമാണ്. ധർമ്മത്തിന് മുൻഗണന നൽകണം. പ്രവൃത്തിക്ക് മുൻഗണന നൽകണം. പ്രവൃത്തി പൂജയാണ്. പ്രവൃത്തിയെ ബഹുമാനിക്കുക എന്നാൽ ജീവിതത്തെ ബഹുമാനിക്കുകയാണ്. ആത്മീയതയാണ് നിങ്ങളുടെ പ്രവൃത്തിയെങ്കിൽ അത് പൂർണ്ണ മനസ്സോടെ ചെയ്യുക. സ്വാമിമാരും സിദ്ധന്മാരും അത് ചെയ്യുന്നുണ്ട്. അത് തികച്ചും നല്ലതാണ്. സമൂഹത്തിൽ അവർക്ക് അവരുടെ ഭാഗങ്ങൾ അഭിനയിക്കാനുണ്ട്. എന്നാൽ ഒരു വൈദ്യന് രോഗികളോടുള്ള കടമ അവഗണിച്ചുകൊണ്ട് ദിവസം മുഴുവൻ ജപിച്ചുകൊണ്ടിരിക്കാൻ കഴിയുകയില്ല. അത് അയാളുടെ ധർമ്മത്തിന് എതിരാണ്. ഒരു യോദ്ധാവിൻ്റെ കർത്തവ്യം യുദ്ധം ചെയ്യലും രാജ്യത്തെ രക്ഷിക്കലുമാണ്. അയാൾക്ക് അയാളുടെ ധർമ്മം നിറവേറ്റേണ്ടതുണ്ട്. സൂക്ഷിക്കുക. നീട്ടിവെക്കൽ ഗാഢമായ ഉറച്ച തമസിൻ്റെ ലക്ഷണമാണ്. അത് സാവധാനത്തിൽ നിരന്തരമായി പൂർണ്ണമായി നിങ്ങളെ കരണ്ടു തിന്നും. കടമയ്ക്കായിരിക്കണം മുൻഗണന. കടമ എന്നാൽ മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള കടമ, കുട്ടികൾക്ക് മാതാപിതാക്കളോടുള്ള കടമ, ഭർത്താവിന് ഭാര്യയോടും തിരിച്ചുമുള്ള കടമ, ദരിദ്രരോടുള്ള കാരുണ്യം, നിസ്വാർത്ഥ സേവനം മുതലായവ. കാമുകി കാമുകന്മാർ തമ്മിലുള്ളതും ഇപ്രകാരം തന്നെയാണ്. ധർമ്മം 100% പൂർണ്ണമായി നിർവഹിച്ചാൽ ആത്മീയത താനേ പ്രത്യക്ഷപ്പെടുകയും വേരുറക്കുകയും ചെയ്യും. കടമകൾ പൂർണ്ണമാകാതിരുന്നാൽ മനസ്സ് അസ്ഥിരമായിരിക്കും. മുഴുവനാകാത്ത ജോലി നിങ്ങളെ ശല്യപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കെങ്ങനെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയും? മനസ്സ് തീരാത്ത ജോലികളുടെ ചുറ്റും തിരിയുകയായിരിക്കും. നിങ്ങളുടെ നാവ് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കും. കണ്ണുകൾ മുന്നിലുള്ള ഗുരുവിനെ കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ മനസ്സ് ദൂരെ എവിടെയോ ആയിരിക്കും. അങ്ങനെയുള്ള ആത്മീയത കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത്? അത് ആത്മീയത തന്നെയാണോ? അത് ഒഴിഞ്ഞുമാറലല്ലെങ്കിൽ പിന്നെ എന്താണ്? ജീവിതം ഇപ്രകാരം പാഴായി പോകുന്നു. ചെയ്തു തീർക്കാൻ ബാക്കിയുള്ള ജോലികൾ തീർക്കാനായി നാം വീണ്ടും വീണ്ടും തിരിച്ചെത്തുന്നു. ഒരു ചെളിക്കുണ്ട് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ നാം എന്തിനാണ് കരുതിക്കൂട്ടി അതിൽ ചെന്ന് ചാടുന്നത്? തെറ്റായ തീരുമാനവും അതുകൊണ്ടുണ്ടാകുന്ന പിഴവും മനഃപൂർവ്വമുള്ള ഒഴിഞ്ഞുമാറ്റത്തേക്കാൾ എത്രയോ നല്ലതാണ്. അത് ഓർമ്മയിലിരിക്കട്ടെ. നിങ്ങളുടെ അസംതൃപ്തിക്കുള്ള മൂല്യ കാരണം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ചെയ്തു തീരാത്ത ജോലികൾ നിങ്ങളുടെ സ്വൈര്യം കെടുത്തുകയാണ്. മറ്റുള്ളവർ അറിയുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത എല്ലാ രഹസ്യങ്ങളും മൂടിവെക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അത് പുറത്തു വരും. പൂർത്തീകരിക്കാത്ത കർത്തവ്യങ്ങൾ എല്ലാം മറച്ചു വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ അതിന്മേൽ തടഞ്ഞ് മൂക്കുകുത്തി വീഴും. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തിയോ? ക്ഷമിക്കൂ. ഞാൻ നിങ്ങളെ ഉണർത്തുവാൻ ശ്രമിക്കുകയായിരുന്നു. വളരെ വൈകിപ്പോവുക എന്നൊന്നില്ല. നിങ്ങളുടെ കർത്തവ്യങ്ങൾ ഭംഗിയായി ആത്മവിശ്വാസത്തോടെ നിർവഹിക്കുക. ആത്മീയത സംഭവിക്കും. ഒരു ഗുരുവിനെ അദ്ദേഹം നിങ്ങൾക്ക് വിധിക്കപ്പെട്ടവനാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കുകയില്ല. നിങ്ങൾക്ക് കിട്ടാതെ പോയവർ നിങ്ങൾക്ക് വേണ്ടി ഉള്ളവരായിരുന്നില്ല. ഇത് മനസ്സിലാക്കൂ. ആത്മീയ വികാസം.
ചോദ്യം: മോഹൻജി, ഈ ദിനചര്യകൾ എനിക്ക് മടുത്തു. എന്താണ് ഒരു രക്ഷാമാർഗം? ഉത്തരം: കരയെ നിങ്ങൾ വെറുക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾക്ക് കരയെ ഉപേക്ഷിച്ച് കടലിലേക്ക് പോകാൻ കഴിയുകയില്ല. ഒരു ദിവസം നിങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വരും. നിങ്ങൾ കടലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കടലിലേക്ക് പോകാം. ബോധപൂർവമല്ലാതെ നിങ്ങൾ സ്വീകരിച്ച എന്തിൽ നിന്നായാലും രക്ഷപ്പെടൽ ഒരു പരിഹാരമല്ല. ഒഴിഞ്ഞുമാറൽ പോംവഴിയല്ല. ഉയർന്ന എന്തിലേക്കെങ്കിലും വികസിക്കലാണ് പരിഹാരം. ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കുകയാണ് ആദ്യത്തെ ചുവടുവയ്പ്. നവീകരണത്തിലൂടെ സർഗശക്തി വളർത്തുക. മനസ്സിന് ഇണങ്ങിയ വിനോദവൃത്തികൾ പിന്നീടൊരു തൊഴിലായി മാറ്റിയെടുക്കാവുന്ന വിധം വികസിപ്പിക്കുക. സാവധാനത്തിൽ നിങ്ങൾക്ക് അതിലേക്ക് മാറാം. അത് സ്ഥിരമായി നിൽക്കുകയും ചെയ്യും. ചെയ്യുന്ന പ്രവൃത്തി ഇഷ്ടപ്പെട്ടതാണെങ്കിൽ സമയവും വ്യാപ്തിയും നിങ്ങളെ തളർത്തുകയില്ല. നിത്യത നിങ്ങളെ നയിക്കും. ഉണർവിലേക്ക്. ചോദ്യം: കോപം അസൂയയെയും മോഹഭംഗത്തെയും പോലെ അധമമായ ഒരു വികാരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആത്മജ്ഞാനം നേടിക്കഴിഞ്ഞ അല്ലെങ്കിൽ ഗുണങ്ങൾക്ക് അതീതനായ ഒരാൾക്കും അധമവികാരങ്ങൾ അനുഭവപ്പെടുമോ? ഉത്തരം: യഥാർത്ഥമായ കോപം അസൂയയെപ്പോലെ തന്നെ ഒരു ദൗർബല്യമാണ് എന്നത് ശരിയാണ്. അധമവികാരങ്ങളെല്ലാം ദൗർബല്യങ്ങളാണ്. ആത്മജ്ഞാനം സിദ്ധിച്ച പരമമായ ബോധത്തിൽ ഉറച്ച ഒരു ഗുരുവിനെ അധമവികാരങ്ങൾ ബാധിക്കുകയില്ല. എങ്കിലും ഷിർദി സായിബാബ ചെയ്യാറുള്ളതുപോലെ അദ്ദേഹം കോപം പ്രകടിപ്പിക്കുന്നു. ഇത് ബാഹ്യതലത്തിൽ മാത്രമാണ്. സമുദ്രത്തിലെ തിരകൾ ഉപരിതലത്തിലും കരയ്ക്കടുത്തും മാത്രം ഉള്ളതുപോലെ ഒരു ഗുരുവിൻ്റെ കോപം പുറമേക്കും ഒരു പ്രത്യേക ഉദ്ദേശത്തോടെയും ഒരു പ്രത്യേക ജനക്കൂട്ടത്തോട് ഇടപഴകുമ്പോഴും മാത്രം ഉള്ളതാണ്. ഉള്ളിൻ്റെ ആഴത്തിൽ അദ്ദേഹം പൂർണ്ണ സമാധാനത്തിലാണ്. ഈ പ്രകടനങ്ങൾ സാധാരണക്കാരന് ജീവിതത്തിൻ്റെ ചില വശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനോ കാണാൻ കഴിയാത്തതും ഉടനെ സംഭവിക്കാൻ പോകുന്നതുമായ ഏതെങ്കിലും ആപത്തിനെ അകറ്റി നിർത്തുവാനോ വേണ്ടിയുള്ളതാണ്. ഷിർദി സായിബാബയെ പോലുള്ള ഒരു മഹാഗുരു അദൃശ്യരോ അശരീരികളോ ആയ ആത്മാക്കളോടും സംസാരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ദേഷ്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളോട് ഉള്ളതായിക്കൊള്ളണമെന്നില്ല. ഓരോ ഗുരുവും അവനവൻ്റെ രീതിയിൽ പ്രവർത്തിക്കുന്നു. താരതമ്യങ്ങളില്ല, സാദൃശ്യങ്ങൾ ഉണ്ടായേക്കാം. ശിവൻ തന്നെ കോപിഷ്ഠനായ ഒരു ദൈവമായിട്ടാണ് കരുതപ്പെടുന്നത്. എന്നിരിക്കലും അദ്ദേഹം വിശുദ്ധരിൽ വിശുദ്ധനാണ്, പരമോന്നതനായ വിശുദ്ധൻ. ഇതിൻ്റെ അർത്ഥം വാസ്തവത്തിൽ അദ്ദേഹം ഒരിക്കലും കോപിക്കുന്നില്ല എന്നാണ്. ഒരാൾ കഠിന തപസ്സുകൊണ്ട് പരമാത്മാവിൻ്റെ ബോധത്തിൽ എത്തുമ്പോൾ അധമവികാരങ്ങൾ സ്വയമേവ പൊഴിഞ്ഞു പോകുന്നു. ബാലിശ്യമായ വികാരങ്ങളുടെ പിടിയിൽ നിന്ന് മോചനം കിട്ടുവാനായി ഒന്നും ചെയ്യേണ്ടതില്ല. അത് താനേ സംഭവിച്ചുകൊള്ളും. അതുപോലെ തന്നെ എത്രയോ വർഷങ്ങൾ തപസ്സു ചെയ്ത് ഉന്നതമായ ഒരു അവസ്ഥയിൽ എത്തിയതിനു ശേഷം ഒരാൾ എന്തെങ്കിലും കാരണം കൊണ്ട് താഴ്ന്ന വികാരങ്ങളിലേക്ക് വഴുതി വീഴുകയാണെങ്കിൽ, അല്ലെങ്കിൽ വാസ്തവത്തിൽ കോപിക്കുകയും ആ കോപം മനസ്സിൽ ഓളങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് തിരികെ കയറി വരുവാൻ അധ്വാനിക്കേണ്ടതായി വരും. ഇത് മുഷിവുണ്ടാക്കുന്ന ഒരു പ്രയത്നമാണ്. ധ്യാനനിഷ്ഠരായ തപസ്വികൾ അപ്സരസ്സുകളാൽ വശീകരിക്കപ്പെടുകയും അതിൻ്റെ ഫലമായി അവരുടെ തപസ് തടസ്സപ്പെടുകയും ചെയ്തതിൻ്റെ കഥകൾ ധാരാളമുണ്ട്. ഒരു വാദമുഖം മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായി കോപിക്കുന്നത് ഒരാളുടെ ശക്തിയാണ്. എന്തുകൊണ്ടെന്നാൽ വാസ്തവത്തിൽ അയാൾ കോപിക്കുന്നില്ല. ആന്തരികമായി അത് അയാളെ ബാധിക്കുന്നില്ല. നേരെ മറിച്ച് ആന്തരികമായ ഒരു ഓളം ഉണ്ടാക്കുന്ന വാസ്തവമായ കോപം ഒരു ദൗർബല്യമാണ്. അത് അയാളൊരു സാധാരണ മനുഷ്യനായാലും ഒരു സിദ്ധനായാലും അയാളെ ബാധിക്കും. ദേഹവും മനസ്സും ബുദ്ധിയും ഒരു പ്രത്യേക അനുഷ്ഠാനവുമായി പൊരുത്തപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തി അതുമായി ഏകത്വം പ്രാപിക്കുന്നു. ഏതു ശീലത്തിൻ്റെയും കാര്യം ഇങ്ങനെയാണ്. അതുകൊണ്ട് ഉന്നതമായ ഒരു ആത്മീയ അനുഷ്ഠാനത്തിൻ്റെ കാര്യമാകുമ്പോൾ അത് കൂടുതൽ ഗൗരവമുള്ളതാണ്. ശരീരവും മനസ്സും നല്ലതുപോലെ ബന്ധിക്കപ്പെട്ടതായതുകൊണ്ട് നമ്മുടെ ശാരീരികമോ മാനസികമോ ആയ ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്ന ഏത് മാറ്റത്തിനോടും ശരീരം പ്രതികരിക്കും. എന്തുകൊണ്ടാണ് ഒരു പ്രത്യേക രോഗം ഒരു പ്രത്യേക സമയത്ത് ഉണ്ടാകുന്നത് എന്ന് നാം അറിഞ്ഞു എന്ന് വരില്ല. ഇവിടെ രോഗലക്ഷണത്തിനുള്ള ചികിത്സ ഫലിക്കുകയില്ല. നാം കൂടുതൽ ആഴത്തിൽ പോവുകയും ആദ്യത്തിൽ ബോധപൂർവവും പിന്നീട് ഉപബോധത്തിലും നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പതിവുകളിലോ ചിന്താക്രമങ്ങളിലോ ഉണ്ടാക്കുന്ന മാറ്റം കണ്ടെത്തുകയും വേണം. പെട്ടെന്ന് മറ്റൊന്നിലേക്കുള്ള മാറ്റം ഉണ്ടാക്കുന്ന ആന്തരിക സംഘട്ടനം സാധാരണയായി ഒരു ശാരീരിക അസുഖമായിട്ടായിരിക്കും പ്രകാശിപ്പിക്കപ്പെടുക. സാധനയിലൂടെ ഉയർന്ന ചക്രങ്ങളെല്ലാം നല്ലതുപോലെ ഊർജ്ജസ്വലമായിരിക്കുമ്പോൾ താഴെയുള്ള ചക്രങ്ങൾ പുറകോട്ട് മാറുന്നു. അതുകൊണ്ടാണ് ധർമ്മനിഷ്ഠയുള്ളവർ നിസ്വാർത്ഥ സേവനത്തിൽ മുഴുകുന്നത്. നിങ്ങൾ നിങ്ങളുടെ സാധനയെ
ഉപകാരവുമായി അഥവാ നിരുപാധികമായ സേവനവുമായി സമീകരിക്കുമ്പോൾ നിങ്ങൾ ഉത്കൃഷ്ടനായി നിലകൊള്ളും. എല്ലാ ചക്രങ്ങളും ഒരേപോലെ ഊർജ്ജസ്വലമാകും. പൂർണ്ണമായ സമതുലിതാവസ്ഥ ഉണ്ടാകും. നിരുപാധികമായ സേവനം വികാരപരമായ ശുദ്ധീകരണത്തിനും സഹായിക്കും. സാധനയും സേവയും പൂർണ്ണമായ ഒരു സങ്കലനമാണ്. നേരെ മറിച്ച് ജ്ഞാനം വാരിക്കൂട്ടുന്നതും അഹംഭാവം വർദ്ധിപ്പിക്കുന്നതും ആത്മീയ വികാസത്തിന് എതിരാണ്. അഹംഭാവം ഒറ്റപ്പെടുത്തുന്നു, സേവ ഒരുമിപ്പിക്കുന്നു. ഞാനെന്ന ഭാവം മനുഷ്യൻ്റെ പ്രകൃതിയാണ്. നിരുപാധികത ദൈവത്തിൻ്റെ പ്രകൃതിയാണ്. നിങ്ങൾ ദൈവത്തോട് അടുക്കും തോറും കൂടുതൽ കൂടുതൽ നിരുപാധികനാകും. ജ്ഞാനം ജീവിതത്തിൻ്റെ നാനാവശങ്ങളെ മനസ്സിലാക്കുവാൻ മാത്രം ഉള്ളതാകണം. വാദപ്രതിവാദത്തിന് ഉള്ളതാകരുത്. തർക്കങ്ങളും വാദങ്ങളും പ്രധാനമായും അഹംഭാവത്തെ ആധാരമാക്കിയുള്ളതാണ്. അഹംഭാവം വഞ്ചിക്കും. അതിൽ തടഞ്ഞു വീണ് എല്ലുകൾ നുറുങ്ങുന്നതുവരെ അത് എവിടെയാണ് ഉള്ളത് എന്ന് നിങ്ങൾ അറിയുകയില്ല. യഥാർത്ഥ ഗുരുക്കന്മാർ ഒരിക്കലും സമയം പാഴാക്കുന്നില്ല എന്ന് അറിയുക. അവർക്ക് അലസതയില്ല. അലസത ആത്മീയ വികാസത്തിനെതിരായതുകൊണ്ട് അവർ അതിനോട് കോപിക്കുന്നു. തമസ് മനുഷ്യനെ താഴ്ന്ന തലത്തിലേക്ക് എത്തിക്കുന്നു. ഗുരുക്കന്മാർ തമസിനെ അകറ്റി മനുഷ്യനെ വീണ്ടും ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരുന്നു. ഗുരുക്കന്മാർ ചിലപ്പോൾ തമസിനെ അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രഹരിക്കുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ അവരുടെ കോപം ആ മനുഷ്യന് നേരെയല്ല, അയാളുടെ ആത്മീയ പുരോഗതിയെ തടയുന്ന അയാളിലുള്ള നിഷേധാത്മകതയുടെ നേരെയാണ്. അതേ ഫലത്തിനു വേണ്ടി ഗുരുക്കന്മാർ അയാളെ പരസ്യമായി പരിഹസിക്കുകയും ചെയ്തേക്കാം. രണ്ടും അജ്ഞതയിൽ നിന്നും ഉറക്കത്തിൽ നിന്നും അയാളെ കുലുക്കി ഉണർത്തുവാൻ വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി നൽകി എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. നിങ്ങളെ ഞാൻ കൂടുതൽ ആശയക്കുഴപ്പത്തിൽ ആക്കുകയാണ് ചെയ്തതെങ്കിൽ അത് പറയൂ. ചോദ്യം: ഞാൻ സങ്കീർണതകളുടെ ഒരു ഭാണ്ഡമാണ്. ഈ ഭാരം ഇറക്കുവാനും ആത്മീയതയുടെ പുരോഗതി തുടരുവാനുമായി ഞാൻ എന്താണ് ഉപേക്ഷിക്കേണ്ടത് എന്നെനിക്കറിയില്ല. ദയവായി എനിക്ക് മാർഗനിർദ്ദേശം നൽകൂ. ഉത്തരം: ആരാണ് സങ്കീർണതകളുടെ ഒരു മാറാപ്പല്ലാത്തത്? എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി വേവലാതി വേണ്ട. സങ്കീർണതകളെക്കുറിച്ച് ബോധമുണ്ടാകുന്നതു തന്നെ ആത്മീയ ഉണർവിലേക്കുള്ള ഒരു വലിയ ചുവടുവയ്പ്പാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്തെങ്കിലും ഉപേക്ഷിക്കുവാൻ കഴിയുക? ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഒരു ശൂന്യത ഉണ്ടാകുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം ഉപേക്ഷിക്കുക എന്നത് ഒരു നല്ല ആശയമല്ല. കൂടുതൽ ഉയർന്ന, കൂടുതൽ സാത്വികമായ എന്തിലേക്കെങ്കിലും മാറുന്നതാണ് അധികം നല്ലത്. അപ്പോൾ നിങ്ങൾ ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നവയെല്ലാം കൊഴിഞ്ഞു പോകും. അത്യാസക്തിയുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. പകരമായി എന്തെങ്കിലും ഏർപ്പെടുത്താതെ നിർബന്ധപൂർവം ആസക്തിയിൽ നിന്ന് വിടുവിക്കുന്നത് നല്ല കാര്യമല്ല. കൂടുതൽ ഉത്കൃഷ്ടമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് സമയം ചെലവഴിക്കുന്നതാണ് ഉയർച്ചയിലേക്കുള്ള ഏറ്റവും നല്ല മാർഗം. പഴയ ശീലം താനേ കൊഴിഞ്ഞു പോകുന്നത് അതിനോടുള്ള വാസന മുഴുവനായും നശിച്ചിട്ടില്ലെങ്കിൽ ഒഴികെ പൊതുവെ നല്ലതിനാണ്. നിങ്ങൾ അവബോധം ആർജിച്ചു എന്നതിൽ സന്തോഷിക്കുക. നിങ്ങളുടെ സ്വഭാവത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിൽ സന്തോഷിക്കുക. ഇനി മുന്നോട്ട് പോവുക. പര്യാലോചിക്കുവാൻ നിൽക്കണ്ട. വിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും നടക്കുക. തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരും. ജയ് മോഹൻജി. താങ്ക് യു.